الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن أريد إلا ما استطعت إلا بالله عليه توكلت وإليه أنيب. സഹോദരന്മാരെ, ഈ നമ്മുടെ ആ ഭാഗത്തിരിക്കുന്ന ആൾക്കാരില്ലേ, കുറച്ച് ചെറുപ്പക്കാരായ ആളുകൾ, അവർ നമ്മുടെ ഈ സദസ്സിൻ്റെ ഒരു ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങോട്ട് മാറിയിരിക്കുക. നിങ്ങളെ ഞാൻ അടങ്ങാറാക്കില്ല, വളരെ കുറഞ്ഞ സമയം, കുറച്ച് ഇങ്ങോട്ട് അടുത്തിരിക്കുക. അതുകൊണ്ട് മറ്റൊരു സുഖമുണ്ട്. ആ പ്രായമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ എണീറ്റ് ഇതാവൊന്നും വേണ്ട, ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങോട്ട് അടുത്തേക്കിരിക്കുക. കാരണം ഇത് സാധാരണ പറയുന്ന ഒരു ക്ലാസ് പോലെ ആകരുത് എന്ന് സ്വാഗതത്തിൽ സൂചിപ്പിച്ചത് കൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളിൽ പല ആളുകളും പല തിരക്കുള്ള ആളുകളാണ്. ആ തിരക്കിനടിയിലാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു സമയം, പ്രത്യേകിച്ച് ഈ ടൗൺ ഏരിയയിൽ കച്ചവടക്കാരുണ്ടാവുക, ഈ പ്രധാനപ്പെട്ട സമയം ഇവിടെ ചെലവഴിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം മാത്രം പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് വേണ്ടിവരും. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൽ ഓരോ മൗലവിമാർ വരും, അവരവരുടെ നാട്ടിലുള്ള അവരുടെ പ്രദേശത്തുള്ള പരിചയത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തും. നമുക്ക് ഇവിടെ ഇരിക്കാൻ, മുജാഹിദാണ് എന്ന് പരിചയപ്പെടാൻ ഒക്കെ കാരണമായ ചില സംഭവങ്ങളായിരുന്നു കേരളത്തിലെ സംവാദങ്ങൾ. ആ സംവാദങ്ങളിൽ പ്രസിദ്ധമായൊരു സംവാദമായിരുന്നു പൂനൂരിൽ നടന്നൊരു സംവാദം. ആ പൂനൂരിൽ നമുക്കൊരു അറബിക് കോളേജ് ഉണ്ട്. ആ അറബിക് കോളേജിൻ്റെ തൊട്ടടുത്ത്, ഞാൻ ചുരുക്കി പറയാട്ടോ, അവസാനമാകുമ്പോൾ നിങ്ങൾ പോകുന്ന ആളുകൾ പിന്നെ അതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തു പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. നമ്മൾ ഈ കൊറോണ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പ്രയാസങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അവരുടെ മക്കളെ സംരക്ഷിക്കാനുള്ള മാർഗം എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യം ഒരു ചിന്തിച്ചത് നമുക്ക് തിരൂരങ്ങാടി എത്തിങ്ങാന പോലെ ഒരു എത്തിങ്ങാന തുടങ്ങിയാലോ എന്നാണ്. അപ്പോൾ അത് വേണ്ട, കുട്ടികൾക്ക് സ്കൂളിലെ പഠനവും മദ്രസ പഠനവും അതേപോലെ തന്നെ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാലോ. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ട് 2 വർഷമായി. ഒരു മാസം മുമ്പാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് എന്നോട് അവിടുത്തെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറയണത്. 31 കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്.
31 കുട്ടികളിൽ 22 കുട്ടികളും യത്തീമായ കുട്ടികളാണ് പഠിക്കുന്നത്. അവരുടെ താമസം, ഭക്ഷണം, ബാക്കി എല്ലാ സൗകര്യങ്ങളും അവരാ വഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികളുടെ കാര്യം പറയാനല്ല. ആ കുട്ടികൾക്ക് ഇനി തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിറ്റ്നസ് വേണം ആ സ്ഥാപനത്തിന്. അവിടെ പണി ആരംഭിച്ചിട്ടുണ്ട്. മുകളിലുള്ള നിലകൾ ഇങ്ങനെ പണി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 8 ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും കൂടി അടുത്ത കൊല്ലം പഠിക്കാൻ കഴിയുള്ളൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കലക്ഷനാണ് എടുക്കുന്നത്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നാളെ പരലോകത്ത് നിങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കും. ഖുർആൻ പഠിച്ചൊരു കുട്ടി, കോട്ടക്കലില്ല ഇന്ന ആൾ എന്നെ പഠിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്, എൻ്റെ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചോനെ അയാൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം എനിക്ക് കൊണ്ടാന്ന് പറയുമ്പോൾ അതിൽ ഒരാളായിട്ട് നമ്മുടെ ഈ കൂട്ടത്തിലെ നിങ്ങളെല്ലാവരും ചേർന്നുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് സത്യത്തിൽ തവക്കുൽ എന്നത് വലിയൊരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തവക്കൽ നമ്മളിങ്ങനെ അലൈഹി തവക്കൽതു അള്ളാഹുവിൽ ബരമേൽക്കുക, പടച്ചോൻ്റെ അടുത്ത് ബരമേൽപ്പിക്കുക എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ബരമേൽപ്പിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ബാങ്ക് കേൾക്കുകയാണ്. അപ്പൊ എന്താ നമ്മൾ ചെല്ലേണ്ടത്? എന്താ നമ്മൾ ചെല്ലേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഈ വിളിയാളം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്, അവിടെ വിജയത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ചോനെ 2 കാല് കൊണ്ട് നടന്നു പോകാൻ, അള്ളാഹുവിന്റെ പള്ളിയിലെത്തി വുളൂ ചെയ്യാൻ, അള്ളാഹുവിന്റെ പള്ളിയിലെത്തി സുന്നത്ത് നമസ്കരിക്കാൻ, അവിടെ സുജൂദ് ചെയ്യാൻ, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ, ഇതിനൊക്കെ എനിക്ക് അള്ളാഹുവേ നിന്റെ കഴിവില്ലാതെ എനിക്ക് സാധ്യമല്ല. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ അത് അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്ന്. അത് മലയാളത്തിലുള്ള അർത്ഥമാണ്. സത്യത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദിക്റാണ്, പ്രാർത്ഥനയാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. എന്റെ നിസ്സഹായാവസ്ഥയുടെ സമയത്ത് എനിക്ക് മറ്റൊരു അദൃശ്യമായ ശക്തിയല്ലാതെ ഒരു ശക്തിയും സഹായിക്കാനില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് സമർപ്പിക്കുന്ന ദുആയാണ് പ്രാർത്ഥന. എന്നെ കൊണ്ട് സാധിക്കൂല, എനിക്കതിന് കഴിയൂല, ഞാൻ വിചാരിച്ചാൽ എൻ്റെ സമ്പത്തോ എൻ്റെ ശാരീരികമായ യോഗ്യതയോ എൻ്റെ തറവാടോ എൻ്റെ സ്ഥാനമാനങ്ങളോ അതൊന്നും ഇതിന് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കുമ്പോ അള്ളാഹുവിനോട് സമർപ്പിക്കുന്ന ദുആയാണ്, പ്രാർത്ഥനയാണ്, സമർപ്പണമാണ് യഥാർത്ഥത്തിൽ തവക്കുൽ. നമ്മൾ വിചാരിച്ചെന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വരമേൽപ്പിക്കുക, ആ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമ്മളിത് പറയലറിയോ? നമ്മൾ തവക്കലാക്കൽ എപ്പോഴാണെന്നറിയോ? ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഭയങ്കര അടി, വാപ്പാന്റെ സ്വത്തിന് വേണ്ടി. വാപ്പ മരിച്ചപ്പോഴേ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിലടി. അവസാനം പഞ്ചായത്തുകാരൊക്കെ പാടെ വന്നു സംസാരിച്ചു. ഈ മുജാഹിദല്ലേ? അപ്പോഴാണ് താടി പിടിച്ചു നോക്കണ്. ആ മുജാഹിദാണല്ലേ. ഇജക്ക് എന്തിനാണോ താടിയും വെച്ച്? അപ്പൊ താടിമ തൊട്ട് നോക്കി, മുട്ടുംകാലി വരെ പാൻറ് ഇട്ട്. അപ്പോഴാണ് പഠിച്ചോനെ ഇങ്ങനെ നോക്കിയാ ഞാൻ മുജാഹിദാണല്ലേ. മരിച്ചു പോകുമ്പോ ആരടാ കൊണ്ടുപോവുക? ആരും കൊണ്ടുപോകില്ല. അപ്പോഴേക്കിന് എവിടെ എത്തിന്നറിയോ? കേസ് കോടതിയിലെത്തി, ഹൈക്കോടതിയിലെത്തി. ഒരു തേങ്ങ പോലും ആ പറമ്പൊന്ന് പെറുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 4 ഭാഗത്തും വന്നിട്ട് പോലീസുകാർ കാവലിൽ നിന്നു. എന്നിട്ട് അവസാനം പറയാൻ എന്ത്? എല്ലാം കഴിഞ്ഞു, അനക്കിത്ര തന്നില്ലേ, അനക്കിത്ര കിട്ടിയില്ലേ, എൻ്റെ കല്യാണത്തിന് തന്നിട്ടില്ലേ? അവസാനം ഒരു പറച്ചില്, നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കാരണവന്മാരായതുകൊണ്ട്, നമ്മളെന്നും കാണേണ്ട ആൾക്കാരായതുകൊണ്ട്
ഇനി ഞാൻ പടച്ചോന്റെ അടുത്തേക്ക് വിടുകയാണ്. എല്ലാ കാട്ടിക്കൂട്ടലും കഴിഞ്ഞ് കേസും തോറ്റ് പഞ്ചായത്തുകാരടുത്തും തോറ്റ് അവസാന ശൂന്യാകാശത്തേക്ക് ഏപ്രിൽ 10 ഇവരുടെ വിഷുവിന്റെ അന്ന് ബാണം വിടുന്ന മാതിരി ഒരു വിടല്, ആർക്കെങ്കിലും ഒരു വിടല്, ആ വിടൽ അള്ളാഹ്ക്ക് വേണ്ട. തോറ്റ് തുന്നം പാടിയിട്ട് നിസ്സഹായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു വിടലുണ്ടല്ലോ, അത് വേണ്ട. ഈ ആരോഗ്യമില്ലേ, ഈ ആരോഗ്യമുള്ള സമയത്ത് ചില തവക്കലുകളുണ്ട്. അതേതാ തവക്കുല്? നമുക്കറിയാം, ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു. പടച്ചോനെ, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും. നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും. അഹ്യാ വഅമൂതു. ഇതെപ്പോഴാണ് നമുക്ക് ബോധ്യമായതെന്നറിയോ? കൊറോണന്റെ സമയത്ത് മക്കളുടെ മുന്നിൽ നിന്ന്, മരുമക്കളുടെ മുന്നിൽ നിന്ന്, ഭാര്യയുടെ മുന്നിൽ നിന്ന് വെള്ളക്കോട്ടിട്ട് ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയലോക്കത്തു നിന്ന് ആൾക്കാർ വീഡിയോ എടുത്തിട്ട്, ഇന്നലെ രാത്രി നമ്മളവിടെ ആംബുലൻസ് വന്നീനി, വീരാക്കാനെ കൊണ്ടയിനി, എവിടെയെന്ന് പോലും അറിയില്ല. ആ സമയത്ത് ജനലിന്റെ ഉള്ളിൽ കൂടിക്കറഞ്ഞ ഭാര്യമാർക്ക് ഭർത്താവിനെ പിന്നെ മയ്യത്ത് പോലും കാണാൻ കഴിയാതെ മറമാടിയിട്ടുണ്ട്. സ്വന്തം മക്കളെ കൊണ്ടുപോകുമ്പോ നിസ്സഹായാവസ്ഥയിൽ നിന്ന മാതാപിതാക്കളുടെ മുന്നിലേക്ക് മക്കളുടെ മയ്യത്ത് പോലും വന്നിട്ടില്ല. എത്ര ആള് മരിച്ചുപോയില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് കിടന്നതാ. മാത്രല്ല, കൊറോണ കാലഘട്ടത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 10 ദിവസവും 15 ദിവസവും കൊറോണക്ക് ചികിത്സ നടത്തി തിരിച്ചു വന്ന ആൾക്കാർ പറയാ, ഗവൺമെന്റ് ആശുപത്രി പോകട്ടെ നല്ലത്. 3.25 ലക്ഷം ഉറുപ്പിയായി 7 ദിവസത്തിന്. പടച്ചോനെ. മറ്റൊരാൾ പറയാ, എനിക്ക് 3 ആയിട്ടുള്ളൂ. ബീരാങ്കൊക്കെ എത്രയെന്നറിയോ? ഇല്ല, 11 ലക്ഷം ഉറുപ്പിയായി. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാ ശ്വാസം വലിച്ചിരുന്നത്. ലക്ഷങ്ങളുടെ ഉപകരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരുടെ പരിചരണമാണ് ഉണ്ടായിരുന്നത്. ആയിരങ്ങളുടെ ശമ്പളമുള്ള നഴ്സുമാരുടെ പരിചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലെ AC റൂമിലോ അല്ലാത്ത സ്ഥലത്തോ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു, പടച്ചോനെ, നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും എന്ന് പറഞ്ഞ് കിടന്നിട്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ വെന്റിലേറ്ററിലേക്ക് കടന്നിട്ട് നിങ്ങൾ ശ്വാസം വലിച്ചതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം സ്പന്ദിച്ചതും, അതുപോലെ തന്നെ രാവിലെ അലാറം അടിച്ചുകൊണ്ട് അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റതും, ആ സമയം വരെ നിങ്ങൾ അല്ലാഹുവിന്റെ വെന്റിലേറ്ററിലായിരുന്നു. ശരിയല്ലേ? 10 പൈസ നമുക്ക് ചെലവായോ? 10 പൈസ ഇന്ത്യൻ മണി ചെലവായോ? ഇല്ല. അതുകൊണ്ട് ആ തവക്കലാക്കി ആള് രാവിലെ നേരം പുലരുമ്പോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. സർവസ്തുതിയും പടച്ച തമ്പുരാനെ നിനക്ക് വേണ്ടിയാണ്. എങ്ങനത്തെ സർവസ്തുതി എന്നറിയുമോ? അല്ലദീ അഹ്യാനാ, എന്നെ ജീവിപ്പിച്ചവനായ റബ്ബേ നിനക്കാണ് സർവസ്തുതി. ബഅദമാ മാതനാ, എന്റെ മരണശേഷം എന്നെ ജീവിപ്പിച്ച, വഇലൈഹിൻ നുശൂർ, അല്ലാഹുവേ നിന്നിലേക്ക് തന്നെ ഞങ്ങൾ വരും. ഏത് സമയത്തും ഞാൻ ഇനി മരിക്കാൻ ഒരുക്കാണ്. അപ്പൊ തവക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ ലോകത്തെ സർവ്വതും സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ വിശ്വാസി, ആ വിശ്വാസി അള്ളാഹുവിന് നൽകുന്ന സമർപ്പണമാണ് തവക്കുല്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ വണ്ടിയുണ്ട് സ്റ്റാർട്ട് ആക്കുമ്പോ തന്നെ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ചൈനക്കാരന്റെ പാട്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിങ്ങനെ കേൾക്കുമ്പോൾ അപ്പം കാറൊക്കെ തുറന്നിട്ട്, ഞാനൊക്കെ ഇതിൻ്റെ ആളെന്നെ ഇറച്ചി തിന്നുമ്പോൾ എല്ല് തോള് കെട്ടുന്ന ആളെന്നെ. അതിൻ്റെ അർത്ഥം എന്താന്ന് വല്ലതും അറിയോ? എവിടേക്കാ പോണത്? യാത്ര പുറപ്പെടുകയാണ്, താൽക്കാലികമായ യാത്രയാണ്. നീയാകട്ടെ
ശാശ്വതമായ ഒരു യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാണ്. പോകണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. മരുമക്കൾ വരുന്നു വീട്ടിലേക്ക്. അമ്മോശങ്കാക്കിയും മരുമക്കളും ഭയങ്കര കൂട്ടുകാരമായിരിക്കുക. അമ്മോശങ്കാക്കാനോട് പറയാതെ 2 മരുമക്കളും മക്കളും പേരക്കുട്ടികളും കൂടി 5:55 മണിക്ക് വീട്ടിലേക്കുണ്ട് കയറി വന്ന് അമ്മോശനോട് പറഞ്ഞു, പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മോശനെ അതിൻ്റെ ഉള്ളിൽ കൂടി ചാടിപ്പടഞ്ഞ് അടുക്കളയിൽ കൂടി ടീഷർട്ട് ഇട്ട് താക്കോലെടുത്താന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞ് പെണ്ണുങ്ങൾ അങ്ങനെ താക്കോല് കൊടുന്ന് മീൻചന്ത ബൈപ്പാസ് നിന്ന് 2 വത്തക്കയും വാങ്ങി പെട്ടെന്ന് തിരിച്ച പാടെ തന്നെ നേരെ ഒരു വണ്ടിയിൽ വരാൻ ഒരു ലോറി വന്നിടിച്ച് അതിൻ്റെ താഴെ കടന്ന് ചതഞ്ഞരഞ്ഞ് കയ്യിൽ പിടിച്ച മൊബൈൽ ഫോൺ തീർച്ചുപോയി. ഇയാളെ കാണാത്തോണ്ട് വിളിച്ചു നോക്കുമ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിക്കുക. അപ്പോഴാണ് ഫോൺ എടുക്കണത്. നിങ്ങളാരാ? ഞാൻ ഭാര്യയാണ്. നിങ്ങളെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്നൊന്ന് കൊടുക്കി. മരുമോന് കൊടുക്കുക. അമ്മോശനെ കാത്തിക്കുക. ചെറിയ തുറ തുറഞ്ഞിട്ട് പള്ളിയിൽ പോകാൻ. അമ്മോശന്റെ ഫോണ് എടുക്കുന്നത് മൂത്ത മരുമോനാണ്. നിങ്ങളാരാ? നിങ്ങളൊന്ന് മീൻചന്ത ബൈപ്പാസിലേക്ക് വരുമോ? എന്തേനു? അല്ല ഒന്ന് വരുമോ? ഇളച്ചനെയും കൂട്ടിയിട്ട് പോയി നോക്കുകയാണ്. അവിടെ പോയി നോക്കുമ്പോഴോ ആ മീൻചന്ത ബൈപ്പാസിൽ മൊത്തം വാഹനം ബ്ലോക്കാ. എന്നിട്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ പോപ്കോൺ പൊട്ടിത്തെറിക്കുന്ന കണ്ടിട്ടില്ല? നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? എന്നതുപോലെ നടു റോട്ടിൽ വെള്ളം ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഇയാളെ തലച്ചോറ് ഇങ്ങനെ തുള്ളുക. ഇത് കണ്ടിട്ടാണ് മരുമക്കൾ 2 ചെല്ലണത്. ആ പ്രാർത്ഥനൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹുവിനോട് തവക്കുലാക്കുന്ന പ്രാർത്ഥന എന്താ? എനിക്കിനി തിരിച്ചു വരാൻ കഴിയൂല, നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ, നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ നിസ്സാരനാരാ? മനുഷ്യനാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയാത്തവൻ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് പറയാൻ കഴിയാത്തവൻ. ഇവനാണ് മനുഷ്യൻ. ആ മനുഷ്യന് അവന്റെ തവക്കുലുകൾ മുഴുവൻ, അവന്റെ പ്രതീക്ഷകൾ മുഴുവൻ, അവന്റെ സമർപ്പണങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്കാക്കിയാലുള്ള പ്രതിഫലം എന്താ? അള്ളാഹിന്റെ അടുത്തേക്ക് ആക്കിയാലുള്ള പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ ഒരു കാവല് നമുക്കുണ്ടാകും. അള്ളാഹിന്റെ വിധിയെത്തെടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. തവക്കുൽ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം അൽ-ഇഅ്തിമാദു ബിൽ ഖൽബി അലല്ലാഹ്, നീ അള്ളാഹുവിൽ നിന്റെ കൽബിന്റെ കാര്യങ്ങൾ അവലംബിക്കലാകുന്നു. നീ തവക്കുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്റെ മക്കളെ കെട്ടിക്കാനുണ്ട്, മക്കളെ പഠിപ്പിക്കാനുണ്ട്, അതുപോലെ തന്നെ വീട് നിർമ്മാണമുണ്ട്, അതുപോലെ തന്നെ മകളുടെ കല്യാണമുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെയും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കലാണ് തവക്കുൽ. ഇതാര് പറഞ്ഞതാ? പണ്ഡിതന്മാര് പറഞ്ഞതാ. ഇതാണ് ഒന്നാമത്തെ തവക്കുൽ. രണ്ടാമത്തത് ഫീ ജൽബിമാ തുഹിബ്ബുൽ അബ്ദു, അടിമക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ എനിക്കൊരാശ്രയ കേന്ദ്രമുണ്ട് എന്ന് മനസ്സിലാക്കലാണ് തവക്കുല്. ഞാൻ അള്ളാന്റെ അടിമയാണ്. എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ ഈ നാട്ടിലെ ഒരാളെ കൊണ്ടും സാധിക്കൂല, ഈ നാട്ടിലെ സമ്പന്നനെ കൊണ്ടും സാധിക്കൂല, ഈ നാട്ടിലെ ദരിദ്രനെ കൊണ്ടും സാധിക്കൂല. അത് പൂർണ്ണമായിട്ട് എനിക്ക് സാധിപ്പിച്ചു തരണമെങ്കിൽ എനിക്കൊരു അവലംബമുണ്ട്, അതെന്റെ റബ്ബാണ് എന്ന് മനസ്സിലാക്കാണ് തവക്കുല്. മൂന്നാമത്തത് എന്റെ ജീവിതത്തിലെ അനിഷ്ടകരമായ സംഭവങ്ങൾ നീക്കാൻ ഒരുത്തനെ കഴിയൂ, അതെന്റെ റബ്ബിനെ സാധിക്കൂ. ഈ 3 ഷർത്തുകളും കൂടിച്ചേർന്നതാണ് തവക്കുല്. ഇതുണ്ടെങ്കിലേ ഒരു മനുഷ്യന് തവക്കുലാക്കാൻ പറ്റുള്ളൂ. ഒന്ന്, എന്റെ സന്തോഷങ്ങൾ സമർപ്പിക്കാൻ എനിക്ക് ഇടം വേണം, എന്റെ ദുഃഖങ്ങൾ സമർപ്പിക്കാനും എനിക്കൊരു ഇടം വേണം. അതുമാത്രമല്ല, എന്റെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്ന ഒരാളുമാകണം അത്. അവനിലേക്കാണ് എന്റെ തവക്കുലുകൾ പറ്റുള്ളൂ.
അത് ജാറത്തിലേക്ക് പറ്റൂല, അത് ബീവിമാരിലേക്ക് പറ്റൂല, അത് മരങ്ങളിലേക്ക് പറ്റൂല, അത് വള്ളിയിലേക്ക് പറ്റൂല, അത് CM-ലേക്ക് തിരിച്ചുവിടാൻ പറ്റൂല. അങ്ങനെ തിരിച്ചുവിട്ടാൽ അള്ളാഹുവിലേക്ക് തിരിക്കുക എന്ന തവക്കുലാകുന്ന അള്ളാഹുവിന്റെ ഇബാദത്തിൽ ശിർക്ക് വെച്ചു. മനുഷ്യന്മാരുടെ അടുത്ത് പോലും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനുഷ്യന്മാർ അതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. ഇന്ന ആളെടുത്ത് പോയ എൻ്റെ കാര്യം സാധിപ്പിക്കും എന്ന വിശ്വാസം ഉണ്ടല്ലോ, അതൊരു മുസ്ലിമിന് പാടില്ല എന്നാ. കാരണം എന്താ? ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. നമ്മൾ പ്രതീക്ഷിച്ചു പോകണമെന്ന് എപ്പോഴും നമുക്ക് തരാൻ കഴിഞ്ഞോളുന്നുണ്ടോ? ഇല്ല. ആ പ്രതീക്ഷകൾ പടച്ചോനോട് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരാളടുത്ത് പൈസ കടം ചോദിക്കാൻ വരെ പോകാൻ പാടുള്ളൂ എന്നാ. അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ, ഞാൻ ഈ ചോദിക്കുന്ന കാര്യം എൻ്റെ ഇഹത്തിലും പരത്തിലും എനിക്ക് നന്മയാണെങ്കിൽ അദ്ദേഹത്തിന് തരാൻ സാധിപ്പിച്ചു തരണം. അതല്ല, എൻ്റെ ഇഹത്തിലും പരത്തിലും എനിക്ക് തിന്മയാണെങ്കിൽ അതെനിക്ക് വേണ്ട. ബാങ്ങി എത്ര ആള് കുടുങ്ങിയിട്ടുണ്ടല്ലേ? നാഴേക്ക് 40 വട്ടം പറയും. അന്നാ കൊറോണക്കാലത്തെ 3 കിറ്റാണ് ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്തയച്ചത്. അവസാനം പറയും, ഇന്ന് അൽഹംദുലില്ലാ എനിക്കൊരു 10 കിറ്റ് വാങ്ങാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് അഹമ്മദ് എനിക്ക് ആ 10 കിറ്റ് ഞാൻ അങ്ങോട്ട് തിരിച്ചു തരട്ടെ ചോദിക്കും ചിലപ്പോ. കാരണം എന്താ? അതങ്ങനെയാണ്. അള്ളാഹു വല്ലാത്തവരിൽ നിന്ന് ലഭിച്ചതിന് മുഴുവൻ കണക്കുകൾ ഉണ്ടാകും, കാര്യങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതിനും കാര്യങ്ങളും കണക്കുകളും ഉണ്ടാകും. പക്ഷേ പടച്ചതമ്പുരാനായ നാഥൻ അതിന് കണക്ക് നോക്കാതെ തരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് അവിടുന്ന് ചോദിച്ചാൽ മതി. ഇനി എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാട്ടോ. ഇതതിൻ്റെ മുഖവുര മാത്രമാണ്. ഇന്നലെ ക്ലാസ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് നിങ്ങളെ നീറ്റ് പോകലിനനുസരിച്ചിട്ടിരിക്കും എൻ്റെ ക്ലാസ്സിൻ്റെ നീളം. നമ്മളൊക്കെ ക്ലാസ്സിലിരുന്ന നീച്ചു പോകലുണ്ടല്ലോ. ഞാനടക്കം ഇരിക്കലുണ്ട് ക്ലാസ്സിൽ രാത്രി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഷാദിലിപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വരിക. നമ്മളവിടെ ഇരിക്കും. നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊക്കെ ഒരു അരമണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അള്ളാഹുവിൻ്റെ റസൂല് ഏറ്റവും നീട്ടി പറയണമായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജുമാ ഖുതുബ നീട്ടുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജുമാ ഖുതുബ ഏറ്റവും ചെറുതും നിസ്കരിക്കുന്ന നിസ്കാരം ഏറ്റവും വലുതുമായിരുന്നു. ഇന്നെന്തേ നമ്മളെ ജുമാ ഖുതുബ നീളാൻ കാരണം? എൻ്റെ ഖുതുബ 35 മിനിറ്റ് 40 മിനിറ്റ് അങ്ങ് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. കാരണം നിർത്താൻ ഇങ്ങനെ നോക്കുമ്പോൾ താഴ്ത്തുനിന്ന് പറയും, ഇങ്ങനെ ആക്കും, തുടങ്ങൂടി എന്ന് പറയും. ബാക്കി ഇരിക്കുന്നവൻ്റെയും കച്ചവടക്കാരൻ്റെയും സ്കൂൾ കുട്ടികളെ ഒന്നും അറിയണ്ട. ഇതിങ്ങനെ കേട്ടിരിക്കാൻ ഒഴിവുള്ളവരെ മാതിരിയല്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ. ലാ യറദ്ദുൽ ഖലാഅ ഇല്ലാ ബിദ്ദുആഇ. നമുക്ക് അള്ളാഹു ചില കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. നമ്മളെ ജീവിതം ഉമ്മാൻ്റെ ഗർഭാശയത്തിന് എപ്പോൾ തുടങ്ങി, എപ്പോൾ മരിക്കും, നിങ്ങൾ ആരാകും, എന്താകും എന്നൊക്കെ അള്ള കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ഇല്ലാ ബിദ്ദുആഇ, ആ കലകളൊക്കെ മാറുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മളെ പ്രാർത്ഥനയല്ല, മറ്റുള്ള. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ പല ആളുകളും രക്ഷപ്പെടുന്നത് നിങ്ങളുടെ മാത്രം പ്രാർത്ഥന കൊണ്ടല്ല, പകരം ഈ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പലരുടെയും പ്രാർത്ഥന കൊണ്ട്, ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ട്, വാപ്പാന്റെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക. ഓക്കെ, നമുക്കൊക്കെ ഉള്ള പരാതി എന്താ പടച്ചോ നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കാത്തത്? എപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണില്ല. എന്താ കാരണം? പഠിച്ച കുട്ടികൾ പറയുന്നു ജോലി വേണം, മാന്യമായ ജോലിയില്ല. കച്ചവടക്കാർ പറയുന്നു കഴിഞ്ഞ റമളാനിൽ ഇങ്ങനെയല്ലായിരുന്നു, 1500 കിറ്റിന്റെ ഓർഡറെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു. ജ്വല്ലരക്കാര് പറയാണ് ഇപ്പൊ കല്യാണത്തിന്റെ സ്വർണം പോലും ഓൺലൈൻ വഴിയായി. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിന്റെ ആളുകളും അങ്ങനെ തന്നെ പറയുന്നത്. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്തും ബർക്കത്തും നൽകുമാറാകട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ അധികവും കച്ചവടത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരിക്കും, കച്ചവടക്കാരായതുകൊണ്ട്. എന്നിട്ടും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നില്ല. പല പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളുള്ളവര്, അതുപോലെ തന്നെ എല്ലാവിധ വിഷയങ്ങളുള്ളവര്, മൊത്തത്തിലൊരു പരാതിയാണ്,
പ്രാർത്ഥന അള്ളാഹു വേണ്ടതുപോലെ സ്വീകരിക്കുന്നില്ല. ഹിജ്റ 731 ജീവിച്ച പണ്ഡിതനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. അദ്ദേഹം നാട്ടിലെ വലിയ പണ്ഡിതനാ. അദ്ദേഹം ഇടക്കിടക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. 3-4 കാര്യമേ പറയുള്ളൂ, നല്ലോണം ശ്രദ്ധിച്ചോളി. അദ്ദേഹം ഇടക്കിടക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, പള്ളിയിൽ നിന്നും പുറത്തിറങ്ങും. അപ്പൊ ഫജ്തമ അന്നാസി ഇലൈഹി, ജനങ്ങൾ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും കൂടും. ഒരിക്കൽ കൂടിയപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബുൽ ഖാസം, അബുൽ ഖാസിമേ, ഞങ്ങളൊരു ചെറിയ കാര്യം നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ തആല ഫീ ഖുർആനിൽ കരീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? എന്നാൽ നഹ്നു മുൻദു ദഹ്രിൻ, കുറെ കാലങ്ങളായി ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ലാ യുസ്തജാബു ലനാ, ഞങ്ങൾക്ക് പടച്ചോന്റെ അടുത്തുനിന്ന് ഉത്തരം കിട്ടുന്നേ ഇല്ല. ഹിജ്റ 723 ആളുകളൊക്കെ ഈമാൻ എത്ര ആയിരിക്കില്ലേ? അവരെ നിസ്കാരക്ക് എന്തായിരിക്കും? അവരെ നോമ്പ് എന്തായിരിക്കും? അവരാ പറയണ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, യാ അഹ്ലൽ ബസറ, ബസറയിലുള്ള ആളുകളെ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ 10 കാരണങ്ങളാണ്. മാതത്ത് ഖുലൂബുഹും അശ്റത്തു അശ്യാഇൻ, മാതത്ത് ഖുലൂബുഹും അശ്റത്തു അശ്യാഇൻ, 10 കാരണങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. 10 നമ്മൾ തവക്കലാക്കിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും അല്ലാഹ് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ തവക്കൽ ഉൾട്ട തവക്കൽ ആദ്യം ഞാൻ പറഞ്ഞു തന്ന്. ആ തവക്കൽ ആദ്യം ഒഴിവാക്കുക. രണ്ടാമത് പ്രാർത്ഥനയാണ് തവക്കലുന്റെ മാനദണ്ഡം. ആ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല പരാതിയാണ് എല്ലാ ആളുകൾക്കും ഉള്ളത്. അതിലെ അവ്വലുഹ, ഒന്നാമത്തെ കാര്യം, അറഫ്തുമുല്ലാ, നിങ്ങൾക്ക് അല്ലാഹുവിനെ നന്നായിട്ടറിയാം. പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആയത്തും ഹദീസും കൊണ്ട് ഓതും അല്ലേ? വലം തുഅദ്ദി ഹഖഹു, എന്നാൽ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുന്നില്ല. പടച്ചോൻ ആരാ നിങ്ങൾക്ക് നല്ലോണം അറിയാം. ആരാ പടച്ചോൻ? ആരാ പടച്ചോൻ? അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദാ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. അല്ലാഹു അങ്ങനെ പരിചയപ്പെടുത്തിയാണ് നിങ്ങളെ നല്ല ഘടനയോടുകൂടി പടച്ചോൻ അല്ലേ? സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ജീവന നൽകിയ പടച്ച തമ്പുരാൻ. അത് വല്ലാത്തൊരു നൽകലാണത്. ഉമ്മ അറിയില്ല, വാപ്പറിയില്ല, ആരും അറിയില്ല. എപ്പോഴാ ജനിച്ച്? നമ്മൾ എപ്പോഴാ ജനിച്ചത് അറിയോ? നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലേ? അതറിയാം. ജനിച്ചതെന്നറിയോ? അറിയില്ല. കാരണം ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചിട്ടാണ്. ലോകത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനും അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകം അവസാനിക്കുന്നത് വരെ സാധിക്കുകയുമില്ല. അന്ന് തന്നെ പടച്ച തമ്പുരാൻ ആ ഒരു വസ്തുവിനെ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ? അതിന്റെ എക്സ്പയറി ഡേറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. ഇലാ അജലിൻ മുസമ്മാ, ഈ ലോകത്ത് നിന്ന് നീ എന്നാണ് വിട പറഞ്ഞു പോകുന്നത് എന്നും അന്ന് തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്തിരുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താ കാരുണ്യം? ഈ പാൻറ്റും ഷർട്ടും കുപ്പായും ഈ തൊപ്പിയും ഈ വയലൊക്കെ അല്ല. ഞാൻ എപ്പോഴാണ് മരിക്കുകയെന്ന് എനിക്കറിയില്ല. ഗൾഫുകാർ തമ്മിൽ വന്ന് കണ്ടാലേ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, ഇപ്പോഴേ വന്ന് ചോദിക്കും നാട്ടുകാർക്ക് ചോദിക്കാൻ വലിയ എളുപ്പമാണ്. എപ്പോഴാണ് വന്ന്? ഞാൻ മിഞ്ഞാന്ന്. അടുത്ത ചോദ്യം എന്താ? എപ്പോഴാണ് പോണെന്ന്. ഇതെങ്ങാനും പടച്ചോൻ അറിയിച്ചതാണെങ്കിൽ, മരണെങ്ങാനും പടച്ചോൻ അറിയിച്ചതാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? കോട്ടക്കൽ പള്ളി ഇത് മതിയാവോ?
ഇതിൻ്റെ മുകളിലൊക്കെ ബെഡും തലക്കടിയും പായും ഒക്കെ ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇവിടുന്ന് പള്ളിയിൽ നിന്ന് പോകൂല നമ്മള്. എപ്പോഴാ മരിക്കാന്ന് പറഞ്ഞാൽ അല്ലേ, എന്തായിരിക്കും അവസ്ഥ? തിന്നാൻ വേണ്ടി വരുമോ, കുടിക്കാൻ വേണ്ടി വരുമോ? ഈ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് 64 കിലോ ഉള്ള ഒരു കുട്ടിനെ 15 ദിവസത്തെ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കണ്ണൂരിലേക്ക് കുത്തുബക്ക് പോകാൻ. അമ്മ പറഞ്ഞു മോനൊന്ന് നോക്കണേ. ഓ ആയിക്കോട്ടെ. അമ്മ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് മൂല്യന്മാരുണ്ട് അവിടെ. ചോദിച്ചു എന്തേന്ന്. 64 കിലോ ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി. ഇപ്പം കുട്ടിക്ക് ആകെയുള്ള കിലോ 29 കിലോ ഉള്ളൂ. എന്തേ സംഭവിച്ചു ചോദിച്ചു. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണെന്ന്. കുട്ടീനോട് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞങ്ങളോട് ചോദിക്കുക, അങ്ങനെ പറയാൻ പാടുണ്ടോ ഡോക്ടർ? ഞാൻ പറഞ്ഞു പറയാൻ പാടില്ല. ഓനോട് പറഞ്ഞതിൻ്റെ ശേഷം ഓനും ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, അതേ കിടത്താണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറലേക്ക് കൊണ്ടുപോയിക്കോളിന്ന്. നമുക്കൊരു അസുഖാണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മളെ കഥ? എല്ലാം തീർന്നില്ലേ നമ്മളത്? അതുകൊണ്ട് പടച്ച തമ്പുരാൻ ഏറ്റവും രഹസ്യമാക്കി വെച്ചത് അതാണ്. കണ്ടിട്ട് പറയാ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ വർത്താനം എന്ന് ചോദിക്കില്ല. നിങ്ങളെപ്പോഴാണ് മരിക്കണേന്ന് ആദ്യത്തെ ചോദ്യം. അപ്പോൾ മൂപ്പര് പറയാണ് നിങ്ങളോ? അപ്പോൾ ഒരാൾ പറയാം ഞാൻ 2026 ആഗസ്റ്റ് 2 മഗ്‌രിബിന്. നിങ്ങളോ? നമ്മൾ 2024 ഡിസംബർ 5. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആർക്ക് നിങ്ങൾ പോയില്ല? നിങ്ങൾ പോയിട്ടില്ലേ? കുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ. ഖുർആനിന്റെ ആയത്താണ്. പണ്ടുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം രോഗം കാണാൻ പോയല്ലേ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെയൊക്കെ കാണാൻ പോയല്ലേ. ഇന്ന് അങ്ങനെ എന്തെങ്കിലും പോക്കുണ്ടോ? ഒന്ന് പോയി നോക്കി. ശ്രീചിത്തിരിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി നോക്കി. അവിടെ ക്യാൻസർ രോഗികൾ കിടക്കണം. ഇവിടുന്നൊക്കെ ഒരു ഒരു തറ അങ്ങോട്ട് തിരികെ കൊടുത്തേക്കേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലേക്ക്. എന്തെല്ലാം രോഗം പിടിച്ച് കിടക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഒരു മരണത്തിന് സമയമായിട്ടില്ല. അവർക്ക് ആഗ്രഹമില്ല. അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ആ പടച്ച തമ്പുരാനെ അറിയാനുള്ള മാർഗം. ഞാൻ എവിടുന്ന് ഈ സമയത്ത് മരണപ്പെട്ടു പോകും എന്ന ബോധമുണ്ടോ പടച്ച തമ്പുരാനെ വേഗമറിയും ഇല്ലേ? ശ്രീചിത്ര ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് ഒരു 4-5 കിലോമീറ്റർ പുറത്തൊരു പള്ളിയുണ്ട്. അവിടെ സ്ലൈസ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുക. അവിടെ കുത്തുബക്ക് ഒരു 2 കുത്തുബക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ എത്തിക്കുന്ന 9:30 മണിക്ക്. ഏത് സ്ഥലത്തെത്തുകയാണെങ്കിൽ നേരത്തെ എത്തും. അതെനിക്ക് ഫ്രീ ആവാനാ. അവിടെ നേരത്തെ എത്തി ഒരു 10 മണിക്ക് ചായ കുടിക്കാൻ ആൾക്കാർ വന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോണ്ട് 2 മക്കൾ ഒരു ബാപ്പാനെ വീൽ ചെയറിൽ ഇങ്ങനെ ഉന്തിയിട്ട് ആംബുലൻസിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഞാൻ കമ്മിറ്റിക്കാർ ചോദിച്ചു ഇതെന്തേ ഉണ്ടെന്ന് പറഞ്ഞു. പോരിന്ന് പറഞ്ഞു. വണ്ടി പോകുമ്പോൾ പറഞ്ഞു മൗലവി ഒരു 11:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ കംപ്ലീറ്റ് അങ്ങോട്ട് നിറയും. കംപ്ലീറ്റ് നിറയും. ഇല്ല 11:30 മണിയാകുമ്പോഴേക്ക് പറഞ്ഞ പോലെ തന്നെ. കാരണം ഡോക്ടർമാരോട് ഡോക്ടർമാർ ചോദിക്കുകയാണേ, വാപ്പാരോടും മക്കളോടും ഭാര്യനോടൊക്കെ ചോദിക്കാൻ അവസാനത്തെ വല്ല ആഗ്രഹമുണ്ടോ? മഞ്ചേരിക്കാരനായ ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം എന്നറിയുമോ? എനിക്കടുത്ത വെള്ളിയാഴ്ച നാളൊന്ന് പള്ളി പോകണോ. മക്കൾ 2 ഗൾഫിൽ നിന്ന് വന്നതാ. വാപ്പാനോട് മക്കളോട് വാപ്പ ചോദിക്കുക എനിക്ക് പള്ളി പോകണം. ഡോക്ടറോട് പോയിട്ട് ചോദിച്ചു സർ നിങ്ങളത് പറയേണ്ടിയില്ലായിരുന്നു. വാപ്പ പറയണം ഇപ്പോൾ പള്ളി പോകണമെന്ന്. അല്ല അത് പറ്റില്ല, നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞേക്കി. ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടർ പറഞ്ഞു അതിന് മാത്രം പോകാൻ പറ്റൂല, കാരണം നിങ്ങളുടെ മുറിവത്രയും വലിപ്പുണ്ട്. ഡോക്ടർ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, തലങ്ങനെ താത്തിയിട്ട് ചോദിച്ചു അവസാനത്തെ ആഗ്രഹം എന്നല്ല നിങ്ങൾ പറഞ്ഞത്, പോട്ടെ എന്താ ചെയ്യുക? അവസാനം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കെട്ടിത്തരാം. പക്ഷെ നിങ്ങൾ റിസ്കിൽ കൊണ്ടുപോകാൻ നിങ്ങൾ എഴുതി തരണം. വാപ്പാൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, എന്നാ കൊണ്ടേക്കോളി. മകനോടി മൂത്ത മകൻ ബാപ്പാക്ക് പുതിയ തുണിയും കുപ്പായം വാങ്ങാന് തിരുവനന്തപുരം അങ്ങാടി കൂടി ഏറ്റവും മുന്തിയ വസ്ത്രം വാപ്പാക്ക് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വാപ്പാനെ ഡ്രസ്സ് ചെയ്ത് 11 മണിയായപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ആംബുലൻസ് വരികയാൻ. 1ാമത്തെ സ്റ്റെപ്പിൽ കൊണ്ടു വെക്കുക. എന്തേ ഈ ആഗ്രഹം ഉണ്ടാകാൻ കാരണം? ഇനി ലോകത്തുണ്ടാവൂല. ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇതെന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലെ ഖുതുബ കേൾക്കലാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ ഖുതുബയിൽ
ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ ചെരുവിൽ നിന്ന് തേങ്ങലിങ്ങനെ കേൾക്കാം. കാരണം അവരുടെ അവസാനത്തെ ജുമയാണത്. പടച്ചോനെ മനസ്സിലാക്കി അവനോടുള്ള ഇബാദത്ത്, വലം തുഅദ്ദി ഹഖഹു, അവനോടുള്ള ഹക്ക് നിർവഹിക്കുന്നതിൽ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദഅയ്തും ഹുബ്ബ റസൂലില്ലാ വതറക്തും സുന്നതഹു, നിങ്ങൾ ഇങ്ങനെ പറയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നബിദിനത്തിന്റെ അന്ന് നബിദിനം കഴിക്കാൻ പറ്റുമോ? ഇവിടുത്തെ മുജാഹിദുകളായ ആളുകളോട് ചോദിച്ചാല് ഓല് പറയും പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? നബി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. മൻ അഹദസ ഹാദാ ഫീ അംദിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് പഠിപ്പിക്കാത്ത അഖ്വാലിഹി അഫ്ആലിഹി വതഖരീരിഹി വമാ ഹമ്മ ബിഫഇലിഹി, പ്രവാചകന്റെ കൽപ്പന, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ മൗനാനുവാദം, പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇത് 4 കാര്യങ്ങളുമല്ലേ? അത് സുന്നത്തിന്റെ ഗണത്തിൽ പെടൂല. അതിൽ നബിദിനമില്ല. ഖുർആനിന്റെ ഒരായത്ത് കൊണ്ടും തെളിയിക്കാൻ പറ്റൂല. ഇവിടെ താഴെ ഇരിക്കുന്ന ആളുകൾ പോലും വാദിക്കും, എന്താ റസൂലുള്ളാഹിനെ ഇഷ്ടല്ലേ? ഏതോ ഒരാള്, ഒരു സ്വീഡിഷ് പൗരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം വിചിത്രമായിട്ട് എഴുതിയപ്പോ, വരച്ചപ്പോ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പ്രതിഷേധിച്ചു. ഈ പള്ളിയിൽ നിന്നടക്കം ഞങ്ങളുടെ പ്രവാചകൻ തീവ്രവാദിയല്ല. റസൂലുള്ളാഹിന്റെ മുകളിൽ തൊട്ടാൽ നമുക്ക് പൊള്ളും അല്ലേ? എന്നാൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാൻ, അദ്ദഅയ്തും ഹുബ്ബ റസൂലില്ലാ, നിങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. വതറക്തുകും സുന്നതഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. നോക്കി, നിങ്ങൾ താടി പ്രബലമായ ഒരു സുന്നത്താണ്, അത് സുന്നത്തുൻ ജാരിയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാലും പരലോകം വരെ കിട്ടുന്ന പ്രതിഫലമുള്ളതാണ് താടി. ആ താടി വടിക്കാനാണോ ആളുകൾക്ക് താല്പര്യം, വെക്കാനാണോ താല്പര്യം? അതിൻ്റെ പ്രതിഫലം എന്തോ ആകട്ടെ. ഇനി ചില രോഗങ്ങളുള്ള ആളുകളുണ്ട് കേട്ടോ, അവരോട് ഡോക്ടർ വെക്കണ്ടെന്ന് പറഞ്ഞതാണെങ്കിൽ അവർക്ക് ആ സമയത്ത് ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പല ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ, ചൊറിയാണല്ലോ, ഭയങ്കര ചൊറിച്ചിൽ. ബാർബർ വരച്ചു കൊടുക്കണ വരൻ്റെ കീപ്പിട്ട് ചൊറിച്ചിൽ, മോപ്പിട്ട് ചൊറിച്ചിലില്ല. മേപ്പിട്ട് മുടി പോയാൽ അത് വെച്ച് പിടിപ്പിക്കാൻ നടക്കുക, താഴത്ത് ഉള്ളത് വടിച്ചു കളയാൻ നടക്കുക. ഇങ്ങനെ ഉണ്ടാവും. സുന്നത്തുകളെ നമ്മൾ ശരിക്കും എന്താ അറിയോ, ഗതി ഗൗരവത്തോടുകൂടി കാണപ്പോ റമദാനല്ലേ. ഈ റമദാനിൽ നമ്മൾ നോമ്പ് തുറന്നിട്ട് ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, എത്ര സുന്നത്ത് കിട്ടും നമുക്ക്? വലത്തെ കൈ കൊണ്ട് പിടിക്കുക, ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങുക, നിർത്തിയിട്ട് കുടിക്കുക. ചൂടുള്ളതാണെങ്കിൽ ഊതാതെ കുടിക്കുക, അതിലേക്ക് നോക്കി കുടിക്കുക, കിബിലക്ക് അഭിമുഖമായിട്ട് ഇരുന്ന് കുടിക്കുക. നിർത്തുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാം. എത്ര സുന്നത്ത് കിട്ടി? 8 സുന്നത്ത് കിട്ടി. ആ 8 സുന്നത്തിൻ്റെ ഒപ്പം റമദാനിലാണെങ്കിലോ അത് 8 ഫറളായി. റമദാനാണെങ്കിൽ 8 ഫറളായി. ഇനി വേറൊരു കാര്യം കൂടി, നിങ്ങൾ അറിയാത്ത ഒരു കാര്യം കൂടി പറയാ. ഒരു സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ അതിന് നമുക്ക് പ്രതിഫലം കിട്ടുമ്പോൾ നമുക്ക് 2 പ്രതിഫലം കിട്ടണേ. ഒന്ന്, നബി ഇടത്തെ കൈ കൊണ്ട് കുടിച്ചിട്ടില്ല, വലത്തെ കൈ കൊണ്ടേ കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലത്തെ കൈ കൊണ്ട് കുടിച്ച കൂലിയും ഇടത്തെ കൈ കൊണ്ട് കുടിക്കാത്ത കൂലിയും 2 കിട്ടണേ. ഒരൊറ്റ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 16 കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കല്യാണത്തിന് പോയാലേ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടെന്താ, ഈ കല്യാണത്തിന് പോയ ഗ്ലാസ്സില്ലേ, ആ പാട്ട ഗ്ലാസ്, വലിച്ചെറിയുന്ന ഗ്ലാസ്, അതുപോലും വലത്തെ കൈ കൊണ്ട് പിടിക്കില്ല. അത് സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് അഥവാ വലത്തെ കൈ കൊണ്ട് പിടിക്കുന്നു പറഞ്ഞാൽ ഖുർആൻ ക്ലാസ് അവിടെ മതി കേട്ടോ. എവിടെ? പള്ളിക്കൽ. ഇവിടെ വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ ശക്തമായി പഠിപ്പിച്ചു, യാ ഗുലാം സമ്മല്ലാഹ തആല,
എന്റെ പുന്നാര മോനെ അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് തുടങ്ങണേ. അവിടെ നമ്മൾ എത്ര ശ്രദ്ധിച്ചോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കലുണ്ടോ? ബിസ്മില്ല എന്ന് കുട്ടികളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരണം. എന്തിനാ ഈ പറഞ്ഞെന്നറിയോ? നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ കൽപ്പിച്ചു കൂട്ടി അവഗണിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. കൽപ്പിച്ചു കൂട്ടിയിട്ട് നോക്കി നിങ്ങൾ, സ്വഹാബികൾ എങ്ങനെയായിരുന്നു? അറിയാതെ ഇടതുകാലിൽ ചെരുപ്പ് ധരിച്ചാൽ അവരാ ചെരുപ്പ് ഊരി വീണ്ടും വലതുകാലിൽ ധരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് ചൊല്ലാൻ മറന്നുപോയാൽ അതിന്റെ അവസാനത്തിൽ ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു, അല്ലാഹുവേ ആദ്യത്തിലും അവസാനത്തിലും നിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അപ്പൊ ബിസ്മില്ലന്റെ പവർ എത്ര? നമ്മൾ എത്രയും മറന്നുപോയി. ഭക്ഷണത്തിലെ ബർക്കത്ത് എന്താ? ഭക്ഷണത്തിലെ ബർക്കത്ത് എന്താ? അത് ബിസ്മില്ല കൊണ്ട് ആരംഭിക്കലാണ്. ഫലസ്തീൻ വലിയ വിഷയമല്ലേ ഇപ്പൊ നമുക്കിവിടെ, അല്ലേ? അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഫലസ്തീനിലെ ഒരു കുട്ടി ഭക്ഷണം കൊടുത്തിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്നൊരു വലിയ മാതൃകയുണ്ട് നമുക്ക്. വലത്തെ കയ്യിൽ ഭക്ഷണം, ഇടത്തെ കയ്യിൽ വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ നേരത്ത് ആ കുട്ടിയെ കൈ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ വലത്തെ കയ്യിലുള്ള ഭക്ഷണം തൊക്കടയിൽ വെച്ചിട്ട് ആ പാത്രം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് സമയത്തും മരിച്ചു പോകും എന്നുറപ്പുള്ള ആ കുട്ടികൾ പോലും സുന്നത്ത് അനുഷ്ഠിക്കാൻ വേണ്ടി കാണിക്കുന്ന അവരുടെ ജിജ്ഞാസ നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഖറഅതും കിതാബല്ലാഹ് വലം തഅലമൂ ബിഹി. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊരിക്കലും നിങ്ങൾ അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഖുർആൻ അങ്ങനെ ഓതുണ്ട്, അതുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നേരത്തെ ചോദിച്ചില്ലേ? വെള്ളിയാഴ്ച ജുമാക്ക് നമ്മൾ വരലുണ്ടോ? നേരത്തെ എത്ര ആളുകൾ ഒട്ടകത്തിന്റെയും കോഴിയുടെയും ആടിന്റെയും കൂലി കൊണ്ടുപോയി. ഞാൻ കുത്തുബ നടത്തുന്നത് ഇപ്പോ ഇവിടെ കളിയാട്ടുമുക്കിലാണ്. 10:15 10:30 ആൾക്കാർ പള്ളിയിലെത്തും. എന്നിട്ട് ഇവരാദ്യം തന്നെ പള്ളിക്ക് വരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാ വരിക. അപ്പോൾ ലോയക്കാരാണ് ഇവർ 3-4 ആള്. അപ്പോൾ നേരത്തെ വന്നാൽ ചിലപ്പോൾ ഒളിപ്പിച്ച് വെക്കുമ്പോൾ മതില വന്നാൽ മതി, കട്ടെ മറ്റത് ഓടിപ്പാഞ്ഞിട്ട് വീകണ്ട വിചാരിച്ചിട്ട് നേരത്തെ വന്ന ആൾ ചെരുപ്പ് ഒളിപ്പിച്ച് വെക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ചെരുപ്പ് കാണൂല. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി ഇങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ, എടാ പഹയ ഈ ഒട്ടകം കൊണ്ടേയില്ലേ, ഞാനിന്ന് എൻ്റെ എല്ലാ പണിയും ഒഴിവാക്കി വന്നതാ. അപ്പോൾ മൂപ്പര് പറയാ ഞാനതിനിന്ന് ഇറച്ചിയങ്ങാനും മീമാങ്ങാനും ഒന്നും നിന്നില്ല, ഞാൻ നേരത്തെ അങ്ങോട്ട് പോന്ന്, അടുത്ത വെള്ളിയാഴ്ച എൻ്റെ അപ്പുറം പോരും. എന്തേ? ഇതൊക്കെ അറിയണവരുണ്ട്. എത്ര കൊല്ലമായി ആയത്തുകൾ ഇങ്ങനെ കേൾക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ആദ്യം വന്ന ആൾക്ക് ഒട്ടകത്തിനറുത്ത് ദാനം ചെയ്ത കൂലി, രണ്ടാമത് വന്നാൾക്ക് ആടിനറുത്ത് ദാനം ചെയ്ത് വന്ന കൂലി, മൂന്നാമത് വന്ന ആൾക്ക് കോഴിനെ ദാനം ചെയ്ത കൂലി, നാലാമത് വന്ന ആൾക്ക് കോഴിമുട്ട ദാനം ചെയ്ത കൂലി. നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയോ? എന്താ കിട്ടാത്തത്? കിട്ടാതെക്കാൻ ഈ കൂളിമാട് ഭാഗത്ത് ഒരു സുന്നി മഹലാണ്. അവിടുത്തെ ഉസ്താദ് അവിടുന്ന് പോവുക, പിരിഞ്ഞു പോവുക. അയാൾ ഈ താഴെ ഇറങ്ങിയിട്ട് നന്നായിട്ട് പ്രസംഗിക്കും. 10-18 കൊല്ലം നിന്ന് ആൾക്കാർ നേരത്തെ ജുമാക്ക് വരുന്നില്ല. പള്ളി കമ്മിറ്റിക്ക് കത്ത് കൊടുത്ത് ഞാൻ പോകാന്ന്. അടിയന്തര ജനറൽ ബോഡി കൂടിയിട്ട് പറഞ്ഞു ഉസ്താദിനെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പാടില്ല, കാരണം ഉസ്താദ് ആണ് ഈ കുട്ടികളൊക്കെ ഇവിടെ നന്നാക്കിയത്. ജുമാക്ക് വരലിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ഞായറാഴ്ച നാട്ടിൽ പോയി വരുമ്പോഴേക്കും ഇതൊരു തീരുമാനം ഉണ്ടാവും. ഞായറാഴ്ച ജനറൽ ബോഡി വെച്ചു. ജനറൽ ബോഡി വെച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും നല്ലൊരു ഉസ്താദ് ഇവിടെ വന്നിട്ടില്ല, ആളെ പറഞ്ഞേക്കാൻ പറ്റില്ല. എല്ലാ വീടുകൾ തോറും കയറി ഇറങ്ങി നമ്മൾ പറയാ പള്ളിക്ക് വരണം എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനമാക്കി. പിന്നെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. കുറച്ച് ആളുകൾ നേരത്തെ വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിൽ ഒരാൾ നീറ്റി നിന്നിട്ട് പറഞ്ഞു, നമ്മൾ വരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ നമ്മളെ ഖത്തീബിൻ്റെ അടുത്തും കുറച്ച് തകരാറുണ്ട്. ആൾക്കാർ ചോദിച്ചാൽ എന്താടോ?
ഖത്തീബ് ഈ ജുമയും കഴിഞ്ഞ് താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഇവിടെ ചെയ്താൽ അവിടെ കിട്ടും, ഇവിടെ ചെയ്താൽ ഖബറ് കിട്ടും, ഇവിടെ ചെയ്താൽ പരലോകത്ത് കിട്ടും. ഇവിടെ കിട്ടുന്നത് ഇന്ന് വരെ അയാൾ പറഞ്ഞോ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു ശരിയാണല്ലോ, ഇവിടെ കിട്ടുന്നത് പറഞ്ഞില്ല. എന്താ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വായിച്ച പള്ളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് വലിയ വലിയ ബായക്കൊലകൾ. അടുത്ത വെള്ളിയാഴ്ച നേരത്തെ വരുന്ന ആൾക്കൊരു ബായക്കൊല, രണ്ടാമത് വരുന്നൊക്കെ ഒരു മൈസൂർ കൊല, മൂന്നാമത് വരുന്നൊക്കെ എണ്ണിക്കാമ്പ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഓഫർ വെച്ച് നോക്കാറുണ്ട്. ഇല്ല, വ്യാഴാഴ്ച രാത്രി തന്നെ ചില ആൾക്കാർ ബ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിക്കണ്. അല്ല ഒന്നുമില്ല, അവിടെ ഇങ്ങനെ വെറുതെ കിടക്കണം ഒരു കൊലയെങ്കിലും പോകുമ്പോൾ കൊണ്ടാവില്ല. അങ്ങനെ ഒന്ന് വെച്ച് നോക്കി കോട്ടക്കൽ പള്ളിയിൽ ഇവിടുന്ന് പോകുന്നല്ലേ. പരലോകത്തെ പ്രതിഫലം ആലോചിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാം, പ്രായമുള്ള ആളുകളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് വരുന്നത്. ഖുർആൻ ഇങ്ങോട്ട് ഓതിയാൽ ഫഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഇലാ റബ്ബിഹിം യതവക്കലൂൻ. കഴിഞ്ഞ കൊല്ലം റമളാനിലെ ഞാൻ തളിപറമ്പിലാ കുത്തുബ നടത്തിയത് 6 കൊല്ലം, ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. ഞാനവിടെ വെള്ളിയാഴ്ച അവസാനത്തെ 10 ഞാനവിടെ ചെന്നപ്പോൾ പായുമില്ല, തലയണയില്ല, ഒന്നുമില്ല. ഞാൻ രണ്ടാമത്തെ കുത്തുബയിൽ പറഞ്ഞു, സഹോദരന്മാരെ ഇപ്പം AC ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങക്ക് രാത്രിയെങ്കിലും വന്നിട്ടൊന്ന് ഇത്തിക്കാഫ് ഇരുന്നൂടെ എന്ന് ചോദിച്ചു. ജുമ കഴിഞ്ഞ് താഴത്തിറങ്ങിയിട്ടൊരു 20 മിനിറ്റ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നെ സെക്രട്ടറി പിടിച്ച് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഏറ്റവും മുകളിലേക്ക്. അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ തലേണ ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യാൻ പറ്റുക 69 ആൾക്കാർ, യുവാക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വരിക. രണ്ടാമത്തെ ദിവസം അവിടുത്തെ പൈസക്കാരൻ പറഞ്ഞത്രേ, ഇനി ഭക്ഷണം കൊണ്ടുവരണ്ട, എൻ്റെ ചെലവിൽ ഈ കൊല്ലം ഇത്തിക്കാഫ് കഴിയുന്നത് വരെ അവസാനം വരെ അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കാ. അപ്പൊ പെണ്ണുങ്ങളും വരാൻ തുടങ്ങി, 27 പെണ്ണുങ്ങളും 65 ആണുങ്ങളും രാത്രി പള്ളിയിൽ. അല്ലേ, നമ്മൾ മരിച്ചുല്ലേ? ആ മരിച്ചു പോകുന്ന സമയത്ത് മലക്കുകൾ വരും. ആ മലക്കുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങളൊക്കെ ഇങ്ങനെ മരിക്കാനുള്ള കാരണം എന്താ? അപ്പൊ നമ്മൾ പഠിച്ചവനോട് പറയത്രേ, കുന്നാ മുസ്തളഫീന ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. വലിയൊരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോണും അങ്ങനെ കളിച്ചു കുത്തിരുന്നു. ഇപ്പൊ പ്രായമുള്ള ആളുകളുടെ അടുത്തൊക്കെ വലിയ വലിയ ഫോണുകളാണ്, ചെറുപ്പക്കാരാ പാവങ്ങൾ. കാരണം ബാപ്പാരും പൈസ കൊടുക്കൂല. പണ്ട് അളിയന്മാർ ഗൾഫിൽ നിന്ന് വന്നവർ പൈസ കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ അടക്കാവുന്നുണ്ട്, ഇപ്പോൾ അളിയൻ്റെ അടുത്തൊന്നുമില്ല, ആരുടെ അടുത്തൊന്നുമില്ല, അഡ്വാൻസ് ഉണ്ടാക്കണം. പ്രായമുള്ള 10-70 വയസ്സുള്ളവരടുത്ത് മൊബൈൽ കണ്ടിട്ട് ഇങ്ങനെ വെള്ളമിറക്കി നിൽക്കുക ചെറുപ്പക്കാർ. ഐഫോൺ ഇതെന്താ കാട്ടണമെന്നറിയില്ല. 2 കൊല്ലം മുമ്പ് ഈ ഒതായിൽ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. ആ നാടിൻ്റെ ബർക്കത്തതാ. അപ്പം ഞാൻ നേരത്തെ പോകുമല്ലോ, ഇമാമിൻ്റെ റൂമൊന്നും കാണില്ല. അപ്പോൾ അവിടുത്തെ ഈ പള്ളി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഈ മറ്റേ പായ അവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അതിലൊരു പായ അവിടെ ഇട്ട് തലയണാക്കി ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്തുണ്ട് ഒരൊച്ച, പ്രും പ്രും പ്രും. അപ്പോൾ കാടല്ലേ, ഞാൻ വിചാരിച്ചു വല്ല പാമ്പ് തവളനിട്ട് പിടിച്ചാണോ. അവിടെയും ഇവിടെയും നോക്കിയിട്ടൊന്നും കാണില്ല. വന്ന് രണ്ടാമതും കടന്നപാട് വീണ്ടും തുടങ്ങിയത് പ്ലും. അപ്പം ഞാൻ അവിടുന്ന് ഒരാളെ വിളിച്ച് പറയട്ടെ വിചാരിച്ച്. അപ്പം ഉണ്ട് ഒരു കാക്ക ഇങ്ങനെ കുത്തിരിക്കുന്നത് പായിൻ്റെ ഉള്ളിൽ. ഇതെന്താ സംഭവം എന്നറിയോ? ഈ കുട്ടികൾ മൊബൈലിൽ ബലൂൺ പൊട്ടിച്ചില്ലേ, ബബിളോ, അത് മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാരോട് നിരത്തി ഖുർആനോതുകൊണ്ടിരിക്കുക, മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ മൊബൈലിനാ കേട്ടില്ലേ? മോനയച്ചാ പേരൊട്ടി അയച്ചതാ, എന്നിട്ട് ഓനിക്കും പഠിപ്പിച്ച്. ഓൻ സ്കൂളിൽ പോയപ്പോൾ ഞാൻ തിട്ട് വരും പള്ളിക്കൽക്ക്, ഇതുകൊണ്ട് പൊട്ടിച്ച് കളിക്കും. കുട്ടി വന്നാൽ ഓന് കൊടുക്കണം. എത്ര സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലേ? ഖുർആാനിനോടൊന്നും ആൾക്കാർക്ക് മമതല്ലാണ്ടായി. നിങ്ങളാലോചിച്ച് നോക്ക്, ഖുർആൻ കേൾക്കുന്നിടത്ത് പോലും ഖുർആൻ, ഞാൻ വെറുതെ തമാശ പറയല്ലോ, നിങ്ങളെ ഗൗരവത്തിൽ തന്നെ കാണണം. തറാവിഹ് നമസ്കാരത്തിൻ്റെ ദൈർഘ്യം എത്ര? 1 മണിക്കൂറിനപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? നമ്മളിങ്ങനെ ഖുർആൻ ഓതുണ്ട്, വലം തഅലമൂ ബിഹി, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. ഖുർആൻ കേൾക്കാനും സമയമല്ല. ഇവിടെ റഹ്മാനി അല്ലേ കുത്തുബ അല്ലേ? റഹ്മാനിൻ്റെ ഇന്ത്യയൊക്കെ സൗണ്ട് എങ്ങനെ ഉണ്ട്? എനിക്ക് പകുതി സൗണ്ടുള്ളൂ ഇട്ടിപ്പോൾ. ഈ അഖിലയ്യ റമദാൻ പരിപാടിക്ക് പോയിട്ട് ഒക്കെ പോയിൻ്റെ ബാക്കിയുള്ള ശിഷ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കണത്. അപ്പോൾ ശരിക്കുള്ളത് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ നീച്ചു പായും.
ചില ഗൾഫുകാർ നാട്ടിൽ വന്നാലേ ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കും, ബാടോ ഇല്ലല്ല, എനിക്കൊരു പൊടി കഴിച്ചിട്ട് കുറച്ച് കിടക്കണം. ഗൾഫിൽ നിന്ന് കിട്ടുന്ന ആകെ സമ്മാനം അതൊക്കെ തന്നെ. 7 മിനിറ്റ് ഉണ്ടെങ്കിൽ 6 മിനിറ്റ് അലാറം വെച്ച് ഉറങ്ങാന്നുള്ളത്. അപ്പം ചില ആൾക്കാർ പറയും, ഇന്നൊന്നും കെട്ടിയിട്ടാലും ഉച്ചക്ക് കെട്ടിയിട്ട് ഉറങ്ങൂലട്ടെ ഞാൻ. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ട് ഇവിടെ കോട്ടക്കൽ? ഇങ്ങോട്ട് കൊണ്ടുവരും വെള്ളിയാഴ്ച ജുമാക്ക് ആ ഹംദും സ്വലാത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ആ ഖുത്ബ ഇങ്ങനെ തകൃതിയിൽ നടക്കുമ്പോൾ ഖുർആനിന്റെ ആയത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പോകും കണ്ണു അല്ലേ? എന്തൊരു സുഖാ അള്ളാന്റെ പള്ളിക്കൽ ഇരുന്ന് ഉറങ്ങാം. പായ് വേണ്ട, തലയണ വേണ്ട, അവനാ കിടക്കണ സ്ഥലം വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ എന്തൊക്കെ ഷർത്താ? നിന്റെ തലയണ എനിക്ക് വേണം, ഇങ്ങോട്ട് വേണ്ട പെണ്ണുങ്ങളോട്. ഞാൻ ഇവിടെ തന്നെ കിടക്കുള്ളൂ, ഞാൻ വേറെ എവിടെയും കിടക്കൂല. ഇന്റെ പുരയെ കിടക്കാതെ എനിക്ക് ഉറക്കം കിട്ടൂല. പള്ളിക്കൽ പായും വേണ്ട, തലയണും വേണ്ട, ഒന്നും വേണ്ട. ശരിയല്ലേ? ഇനി പണ്ടുണ്ടായിരുന്നു പള്ളിക്കൽ കത്തം തീർക്കാനൊരു ഇരുത്തം. ഇന്ന് കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഓതുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവരിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് അങ്ങനെ കത്തം തീർക്കുന്നവരെ നിങ്ങൾ കണ്ടിനോ? ഇന്ന് അങ്ങനെ കത്തം തീർക്കാൻ വേണ്ടി ഇരുന്നു എന്ന് വിചാരിക്കുക, ഓതാൻ കഴിയൂല. കാരണം അള്ളാഹ് പറഞ്ഞതാ, ലാ യമസ്സഹു ഇല്ലൽ മുതഖറൂൻ, പരിശുദ്ധി പ്രാപിച്ചവർക്കല്ലാതെ അതിനെ പുൽകാൻ, അതിനെ തൊടാൻ അള്ളാഹ് സമ്മതിക്കൂല. തലേ വെള്ളിയാഴ്ച റമളാന് ഖുർആനൊക്കെ ഓതണം എന്നുള്ള ക്ലാസ്സൊക്കെ കേട്ട് 11 മണിക്ക് വന്ന് വിളിച്ചു നോക്കുമ്പോൾ ഇമാം ഉറങ്ങുക. ഇമാമിനെയും വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഉറങ്ങുക. അപ്പോൾ ഹിന്ദിയിലേക്ക് ആഹാന്ന് ചോദിച്ചു, അർണോജി ചോദിച്ചു. അങ്ങനെ തഹിയ്യത്തൊക്കെ നിസ്കാരം കഴിഞ്ഞ് അഹമ്മദാക്ക ഓതായി ഇരുന്ന് കാലൊക്കെ നീട്ടി ഫാത്തിഹ സൂറത്തൊക്കെ കഴിഞ്ഞ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന. അഹമ്മദാക്ക പടിയും മുസാഹിബ് പടിയും. ഇമാമ് കുളിച്ചിങ്ങനെ വരുമ്പോൾ അഹമ്മദാക്ക കിടക്കണേ, ഓ ബേട്ടാക്ക നമ്പർ മാലു നെയ്യേ. കാരണം മകനെ വിളിക്കാനേ, ഏട്ടനെ വിളിക്കൊന്നും വേണ്ട, അത് ഏട്ടൻ്റെ വഴി കിടക്കുകയാണ്. കാരണം എന്താ, ഖുർആൻ അങ്ങോട്ട് തൊട്ടാ അപ്പ വന്ന് ഉറക്ക്. വെറുതെ പറഞ്ഞാണോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സംഭവം ശരിയാ, നമ്മളൊക്കെ ഇങ്ങനെ വന്ന് പ്രസംഗിച്ച് നിങ്ങൾ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് നിങ്ങൾ സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, കുറച്ച് നേരം ഖുർആൻ ഓതാൻ വേണ്ടി നമുക്ക് ചെലവഴിച്ചൂടെ? തറാവീഹിന്റെ തലേ ദിവസം ഇമാമിനെ വിളിച്ചിട്ട് പറയുക, ആവോ വീട്ടിലേക്ക് പൊറാട്ട പായിട്ട് നാട് വിട്ടു പോയാനെ കൊടുന്നിക്കണ് ഇമാമിനോട് സംസാരിക്കാൻ. നിങ്ങൾ സംസാരിച്ചാളേ, ഇതർ ഹേ ആത്മീക്ക് ബഹു ദൂർ ഹേ. ഇവിടുത്തെ ആത്മീയകളൊക്കെ ബഹു ദൂരാണ്. ഇതിനെന്താ ചെയ്യേണ്ടത്? നിസ്കാരം കുറക്കണം. അപ്പോൾ ഇമാം ചോദിച്ചു, എത്ര ഓതണ്ട്? 2 റക്അത്ത് കഴിഞ്ഞിട്ടാട്ടോ സംഭവം. 2 റക്അത്ത് കഴിഞ്ഞിട്ടാ. അപ്പോൾ മുസാഹിബ് മറിച്ചിട്ട് ഓതാൻ അറിയാത്ത കാണിച്ചു കൊടുക്കുക. അയമാക്കാനോട്. അപ്പോൾ അയമാക്ക കുഴപ്പമില്ല, അത്ര മതി. ഞാൻ എൻ്റെ പള്ളിക്കൽ റമളാൻ ഒരുത്തനെ ഏൽപ്പിച്ചിട്ടാണ് പോരാ. ഓൻ മുമ്പൊക്കെ ഇവിടെ നിന്ന് പരിചയമുള്ള ആളെന്നുള്ള നിലക്ക് ഓനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഫസ്റ്റ് തറാവിന് ഞാനുണ്ട്. ആദ്യത്തെ റക്കായത്തിൽ മൂപ്പര് ഒരു 1.5 പേജ് വീതം 2 റക്കായത്തിൽ ഓതി സലാം വീട്ടിങ്ങിട്ട് തിരിഞ്ഞിരുന്ന് നോക്കുമ്പോൾ, ചെറിയൊരു പള്ളിയാണ്, കുറച്ച് വീടിൻ്റെ ഉള്ളിലാണ്. തിരിഞ്ഞിരുന്ന് നോക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് ആൾക്കാർ തുടങ്ങി പുറുപുറുക്കൽ. എന്തിനാണ് ഇത്ര ഒന്നാമത്തെ ദിവസമല്ലേ, നാളെ മുതൽ തുടങ്ങിയാൽ പോരെ, അങ്ങനെ പറഞ്ഞു കൊടുത്തൂടെ? അപ്പം ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കുറച്ചള പറഞ്ഞു. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടേ അടുത്ത റക്കാത്തിൽ അതാ ഈ 2 പേജ്. ബാക്കിൽ ഒരാൾ നീച്ചിട്ട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖിയാമുൽ തഹജ്ജുദൊക്കെ പോരേന്നല്ലേ നിസ്കരിച്ചിരുന്നു? വേഗം വരും ഹദീസ് ആയത്തൊക്കെ. പെട്ടെന്ന് ഒരു ഓർമ്മ എന്നറിയോ, കാളൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പറഞ്ഞ മാതിരി ആദ്യത്തെ തറാവിലും ട്രെയിൻ ലേറ്റ് ആയിട്ട് വന്നില്ല. 2ാമത്തെ ദിവസമാണ് വന്നത്. ആദ്യത്തെ ദിവസം ആരൊക്കെ ഒപ്പിച്ചു. 2ാമത്തെ ദിവസം ഇങ്ങനെ നിസ്കാരത്തിലൊക്കെ ഓതി അവസാനത്തെ റക്കായത്തിലെത്തി. നമുക്ക് അതാണല്ലോ ഇഷ്ടമല്ലേ? നമുക്ക് തറാവി നിസ്കാരത്തിൽ ഏത് റക്കാത്ത് ഏറ്റവും ഇഷ്ടമുള്ള റക്കാത്ത്? എന്തായാലും പ്രത്യേകത, അല്ലാഹു അക്ബർ, കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു. ഇവിടെ തലയെ കെട്ടാൻ നമുക്ക് വകുപ്പില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെയും കെട്ടും. എന്തൊരു ആവേശത്തിലാണ് നിൽക്കാന്നറിയോ? ഇബന് അഹ്ലെ ഹദീസിന്റെ മുന്തിയ ആളാ ഇവൻ വന്ന ഇമാമ്. ഇവൻ അവസാനത്തെ റക്കായത്തിൽ കൂഫുവൻ ആഹാന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ താഴത്തേക്ക് പോയി. കാരണം നമ്മളൊക്കെ ഖുർആൻ അറിയണമെന്ന് അറിഞ്ഞോട്ടെ. ഇല്ല, നിർത്താതെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ബാക്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഇവൻ ആകെ ബേജാറായി.
ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. സുന്നത്ത് നിസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു ക്യാഹേന്ന് ചോദിച്ചാൽ ബാക്ക് നല്ല ഇപ്പോൾ സംഭവം എന്താ? അപ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചത് എന്താ ഇപ്പം കാട്ടിയതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റപ്പെട്ട ചില സഹാബിമാർ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ അങ്ങനെ 3 സൂറത്തുകൾ ഓതിയിരുന്നു എന്നുള്ള ഹദീസുകളുണ്ട്. എന്നാൽ വേണ്ടാന്ന് ഇപ്പം തന്നെ പറഞ്ഞാൽ ഇട്ടോന്ന്. കാരണം ഓലിക്ക് പിന്നെ പറയാൻ വയ്യ ഞാൻ പോയാൽ. പിന്നെ ഞാൻ പറഞ്ഞത് വേണ്ട, ഇത്രേ നമുക്ക് ഖുർആനിനോട് താല്പര്യമുള്ളൂ. ഇത് തമാശയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി. അബൂജാഹിലും മുത്തുബത്തും ഷൈബത്തും ഖുർആൻ കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നേരം പുലരുന്നത് വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ടിരുന്നു. അപ്പം നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോൻ എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊണ്ടാ. അത് ഒന്ന് പടച്ചോൻ ആരാന്ന് അറിയാം, അവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, സുന്നത്തിനെ വെറുക്കുക. മൂന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും തവക്കലും അബദ്ധമാണ്. ഇത് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ പറയാനുള്ള വിഷയമാണ്. ഇനി നിങ്ങളവിടെ ഇരുത്തിയാൽ എനിക്ക് പടച്ചോനടുത്ത് രക്ഷപ്പെട്ടു പറയണമെങ്കിൽ ഞാൻ പറയും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആക്കണം മാതിരിയല്ല. അവിടെയൊക്കെ പോകാൻ മുട്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രായമുള്ളവരുണ്ട്. അപ്പോൾ സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഹക്കീം ഖാനോട്, ബഷീർ ഖാനോട് ഏതെങ്കിലും ഒരു ദിവസം, ഇത് ഹാജരില്ലാത്ത ഖത്തീബ്മാരുണ്ടാവുമല്ലോ, അങ്ങനെ വരാത്തവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് അന്വേഷിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വന്നിട്ട് ബാക്കി ഇതിൻ്റെ 6 കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കും. ഇത് ഗൗരവമുള്ള വിഷയം കേട്ടോ. നിങ്ങൾ റഹ്മാനിനോടും പറയണം, ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ 10 കാര്യങ്ങളൊന്ന് ഇവിടെ നിരന്തരമായിട്ട് കുത്തുബ നടത്താൻ. മൂപ്പർക്കും എനിക്കൊക്കെ ഒരു 6 മാസമെങ്കിലും ചുരുങ്ങിയത് ആ വിഷയം അത് മതിയാവും. നമ്മൾ കേട്ടിരുന്നാൽ മതിയാവില്ല, പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു കലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി ആളുകൾ സഹായിക്കണം, സഹകരിക്കണം എന്നുണർത്തുകയാണ്. പിന്നെ 1-2 ആളുകളെ എനിക്കറിയില്ല, ഞങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് കുഞ്ഞുമോന് മുഹമ്മദ് ഹാജി പോലുള്ള ആളുകളൊക്കെ നമ്മളെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ ബക്കറ്റിലിടണ്ട. പടച്ചോൻ്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. നിങ്ങളൊന്ന് സഹായിക്കുക ആത്മാർത്ഥമായിട്ട്. കാരണം നിങ്ങളെ 2 ആളെ പേര് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ബർക്കത്തും കൊണ്ട് കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ട് കൊടുത്തതാണെങ്കിൽ പോലും അതുപോലെ ഈ സ്ഥാപനത്തിന് നിങ്ങളൊന്ന് സഹായിക്കണം. കാരണം മെയ് 25 ആകുമ്പോഴേക്കിനും ഈ ബിൽഡിങ്ങിൻ്റെ ഫിറ്റ്നസ് നൽകിയിട്ട് ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇപ്പം തന്നെ 15ഓളം കുട്ടികൾ അഡ്മിഷന് വേണ്ടി വന്നു. നല്ലൊരു അധ്യാപകനുണ്ട്. 8 ലക്ഷം രൂപ വേണം. അതിൽ കാര്യമായിട്ട് 1-2 ആളുകൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നിട്ട് മെസ്സേജ് വിട്ടിട്ട് ഓലിൻ്റെ മെസ്സേജ് തന്നെ നോക്കിയിട്ടില്ല. പിന്നെ പറയാൻ പറ്റില്ല, കാരണം എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്നും പറയാൻ പറ്റില്ല. ഈ തുണിയും കുപ്പായൊക്കെ ഇട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കണമെന്നല്ലാതെ സാമ്പത്തികം എന്താണെന്നറിയോ? ഗൾഫിൽ നിന്ന് നല്ലോണം ദാനധർമ്മം ചെയ്തിരുന്ന ആൾക്കാരെ കിറ്റ് കെട്ടുമ്പോഴേ കണ്ണക്കൂടി വെള്ളം ഇങ്ങനെ വീഴ. ഞാനെന്ത് ചെയ്തെന്നറിയോ? ഒരു കിറ്റ് വണ്ടിമേലാക്കിയിട്ട് അയാളെയും കൂട്ടി അയാളെ വീട്ടിൽ പോയ കിറ്റ് അവിടെ ഇറക്കി കൊടുത്ത് അയാൾ വെച്ച് ഇതെങ്ങടാന്ന്, ഇത് ഇങ്ങക്കാണെന്ന്. അയാൾ വെച്ചാൽ മൗല ഇങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന്. ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കാൻ ഒന്നുമില്ല. കാറിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, പുറത്തേക്ക് ഇറക്കാൻ കഴിയൂല. അങ്ങനത്തെ കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പേരിന് വേണ്ടിയിട്ട് കച്ചവടം കൊണ്ട് നടക്കണവർ. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കാണാനും മരുമക്കളെ കാണാനും നാട്ടുകാരെ ബോധിപ്പിക്കാനും തുണിയും കുപ്പായം മാറ്റി ഇറങ്ങണവർ. വൈകുന്നേരമായിട്ട് പീടിയ പൂട്ടുമ്പോൾ പ്രാർത്ഥിക്കുത്തരെ എൻ്റെ പണിക്കാരനായാൽ മതിയായിരുന്നു ഞാനെന്ന്. 700-800 ഓൻ എണ്ണിക്കൊടുത്തിട്ട് അവസാനം വലിപ്പിങ്ങനെ വലിച്ചു നോക്കുമ്പോൾ പുതിയൊരു 100ൻ്റെ നോട്ട് എടുത്ത് പോക്കറ്റിലിടാൻ നേരത്ത് അങ്ങോട്ട് തന്നെ അടച്ചിട്ട് പോന്നു. പേരക്കുട്ടികൾക്ക് തൊട്ടടുത്ത പീടിയെന്ന് 10 റുപ്യൻ്റെ മുട്ടായി വാങ്ങിയിട്ട് ഇങ്ങോട്ട് കയറിപ്പോന്നു. അങ്ങനത്തെ ആളുകൾ നമ്മളെ കൂട്ടത്തിലില്ലേ? അഭിനയിച്ച് നടക്കുന്നവർ ഇല്ലേ? അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഉള്ള ആളുകളോട് പറയാൻ, നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുക. ഇന്ന് ചെയ്യാൻ കഴിയാത്ത ആളുകൾ എൻ്റെ നമ്പർ തരാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നമ്മളൊക്കെ ഇന്ന് ഇവിടുന്ന് മരിച്ചു പോയാൽ നമ്മുടെ മക്കളെ എൻജിനീയർമാരാണ്, അഡ്വക്കറ്റുമാരാണ്, വക്കീലൊക്കെ അഹങ്കാരം പറഞ്ഞുതരാ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ പ്രാർത്ഥന അറിയോ? അമേരിക്കയിൽ 2 മക്കൾ വന്നിറങ്ങുക കണ്ടംപറമ്പ് ശ്മശാനത്തിലേക്ക്. 2 ദിവസം വാപ്പാനെ ഫ്രീസറിൽ വെച്ച് മകൻ ഇങ്ങനെ വന്നിട്ട് വാപ്പാൻ്റെ മുഖം ഇങ്ങനെ കണ്ടു. 2 ആളും കെട്ടിപ്പിടിച്ച്. തെരച്ചിലൊന്നുമില്ല,
എന്നിട്ട് അവസാനം മൂത്ത ആൾ ചെറിയവനോട് ചോദിച്ചു ആർ യു നോ, ഇംഗ്ലീഷിലെ അപ്പിലുള്ളൂ. അപ്പം മറ്റും ഐ ഡോണ്ട് നോ, ഇതെന്താ സംഭവം എന്നറിയോ, വാപ്പാൻ്റെ മയ്യത്തിസ്കാരം അറിയോ? ഇല്ല. ഏതോ നാട്ടിൽ നിന്ന് വന്ന മൂല്യര് നാളെ പരലോകത്ത് നമ്മളെത്തിയ നമ്മളെ മക്കളെ പോലത്തെ മക്കൾ ഇങ്ങനെ വരും നമ്മളെ അടുത്തേക്ക്. ഇതാ ഇന്നെ ഖുർആൻ പഠിച്ചവർക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ശഫാഅത്തിന് വേണ്ടിയിട്ട് വരും. ഇയാളുടെ ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ട് റബ്ബേ ഞങ്ങളുടെ ശഫാഅത്ത് കൊണ്ട്, ഞങ്ങൾ പഠിച്ച ഖുർആൻ കൊണ്ട് ഇവരെ നീ സ്വർഗത്തിലാക്കണം അല്ലാഹ്. നിങ്ങളറിയാത്ത ഒരുപാട്, ഒരു കുട്ടി മാത്രമല്ല ഒരുപാട് കുട്ടികൾ വരും. അത്തരക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കുകയും നല്ലത് മനസ്സിലാക്കുകയും നല്ലത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ കൊല്ലം നോമ്പിന് പ്രാർത്ഥിച്ച പോലെ തന്നെ പ്രാർത്ഥിക്കാൻ നമ്മുടെ കൂടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന പല ആളുകളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയി. അപ്രതീക്ഷിതമായി. ഇന്ന് അങ്ങനെയാണ് അല്ലേ? ചെറുപ്പക്കാരാണ് ഏറ്റവും പെട്ടെന്ന് മരണപ്പെടുന്നത്. മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ കോട്ടക്കൽ പള്ളി എടുക്കുന്ന ആ സമയത്തൊക്കെ ഇവിടുത്തെ കുറേ സംഭവവികാസങ്ങളൊക്കെ എനിക്ക് കേൾവിയിലുണ്ട്. എന്ത് ത്യാഗം സഹിച്ചിട്ടാണ് ഈ പള്ളി എടുത്തെന്നറിയോ? AC എന്താന്ന് പോലും കാണാത്ത നമ്മളെ കാരണവന്മാർ മരിച്ചു പോയിട്ടുണ്ട്. കാർപ്പറ്റ് എന്താന്ന് കാണാത്തവർ, ഇത്തരത്തിലൊരു സൗകര്യം ഉണ്ടാവുമെന്നറിയാത്ത ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഇവിടെ ഒരു സുദൂജ് ചെയ്യുമ്പോൾ അവർക്ക് കൂലി കിട്ടണില്ലേ? ഈ ഫാനിൻ്റെ ശീതളക്കാറ്റ് കിട്ടുമ്പോൾ അവർക്ക് കൂലി കിട്ടണില്ലേ? അവരുടെ പേരെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ സഫിൽ മുൻമുനയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രസിഡന്റ് സുഖമില്ലാതെ വീട്ടിലാണ്, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാൻ അള്ളാഹു അദ്ദേഹത്തിന് രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വിഭാഗമുണ്ട്, അവരെ നമ്മൾ പരിഗണിക്കണില്ല. നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നല്ല സൗകര്യമുണ്ട്, ഫാൻ തിരിയുണ്ട്, വെളിച്ചമുണ്ട്, ഇവിടെ കറക്റ്റ് ടൈമിന് ഇവിടെ ക്ലാസ്സിന് ആളുകൾ എത്തുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയെ വിചാരിച്ച ഞങ്ങൾ. ഞാനടക്കമുള്ളവരോട് പറയാൻ, ഞങ്ങളൊക്കെ ഫോണൊന്ന് ഒറ്റ മിനിറ്റ് ഓഫാക്കി ഇയാൾ അറ്റാക്കായിട്ട് പോകുന്നു ഇവിടെ. കാരണം വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല, ഖത്തീബ് വരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ല ചില ആൾക്കാർ വെള്ളിയാഴ്ച ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്. അങ്ങനത്തെ സാധുക്കളെ കണ്ടിട്ട് ഐറ്റികളെ വേജാറ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് 9 മണിക്കിൻ്റെ പള്ളിയിലെത്തുക. നമ്മളെ ഖത്തീബ് വന്നിട്ട് കേട്ടോ, അൽഹംദുലില്ലാ. അന്ന് ഓൾക്ക് പകുതി സമാധാനമായി, നമ്മളവിടെ ഉണ്ടാവും. മൂത്രപ്പുര മണക്കിന് അതൊന്നുമില്ലാതെ ഇങ്ങനെ വെറും നാട്ടുകാരെ തല്ലുള്ളികൾ, ചീത്ത കേൾക്കുന്ന ആൾക്കാർ പൊരേ പോയിൻ്റെ ശേഷം വിളിച്ചറിയാം. ഞാനെന്ന് മൂത്രയ്ക്കാൻ പോയപ്പോൾ ഒരു അപ്പിക്കഷ്ണുണ്ട് അവിടെ അങ്ങനെ തിരിഞ്ഞളിക്കുന്നതെന്ന്. എന്നിട്ട് ഈ സാധു പാവം വീട്ടിൽ കയറി വരുന്ന കുപ്പായിട്ടിട്ട് വന്നിട്ട് വെള്ളം ഒഴിക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കലുണ്ടോ? ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി, ഇത് കൊണ്ടിറക്കാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹു അവർക്ക് അതിൻ്റെതായ പ്രതിഫലം നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാ ആളുകൾക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ കസാലയിൽ കുറച്ച് നമ്മുടെ കാരണവന്മാരായ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഓലിരിക്കുന്നത്, അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നടക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒരാഗ്രഹവും അവർക്ക് ഇരിക്കണം എന്നുള്ളതില്ല. പക്ഷേ അള്ളാഹു നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഇരിക്കുന്ന ആളെ അവസ്ഥ കേൾക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ വേറെ 4 ആൾക്കാരെ സഹായം വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ അസറാവും ഇങ്ങനെ നിൽക്കാൻ. കാരണം ഇരുന്ന് പോയി കുടുങ്ങിപ്പോയതാവല്ലേ, ഇരുന്ന് കുടുങ്ങിയതാ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നുള്ള ഉറപ്പൊന്നും വേണ്ട. അള്ളാഹു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമുക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഫ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഇഗ്ഫിർ ലനാ വൽ ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൻ ഇല്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.